ആ സഹോദരൻ്റെ സ്മരണ ഇന്ന് നമുക്ക് സ്മരിക്കാൻ പറ്റാത്ത ഒരാളായി സഹോദരൻ ഇവിടുത്തെ യാഥാസ്ഥിതികർക്ക് തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ മൂത്തകുന്നത്തെയും നേരത്തെ പറഞ്ഞ വിജ്ഞാനവർദ്ധന സഭയിലെയും അന്നത്തെ യാഥാസ്ഥിതികരായ കാരണവന്മാരുടെ പിൻഗാമികൾ ഇന്നും ഈ പറയുന്ന ഈഴവ സമുദായത്തിനകത്തും ഈ പറയുന്ന പിന്നോക്ക സമുദായങ്ങൾക്കകത്തും എല്ലാം ഉണ്ട് എന്നതിൻ്റെ മാത്രം തെളിവാണെന്നുള്ളതാണ്. ഇവിടെ ഇരിഞ്ഞാലക്കുടയിലെ കാര്യം ഞാൻ സൂചിപ്പിക്കേണ്ടായി. ഇരിഞ്ഞാലക്കുട വലിയ രസകരമായൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ SNDP യോഗത്തിൻ്റെ യൂണിയൻ ചുമതലയൊക്കെ ഇരിഞ്ഞാലക്കുടക്കാർക്കാണെന്ന് പറയുന്നത്. ഈ താണിശ്ശേരി ലഹള നടന്ന സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത്. ഇരിഞ്ഞാലക്കുട ക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ട്. ഈഴവർ ക്ഷേത്രം ഉണ്ടാക്കുന്നു. ചരിത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട ക്രിസ്ത്യാനികൾക്ക് വലിയ പള്ളിയുണ്ട്. അവിടെ സവർണരുടെ വകയായി ഒരു വലിയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഒരു ക്ഷേത്ര രാജ്യമായി അവിടെ പ്രവർത്തിക്കുകയാണ്. അതാണ് കൂടൽമാണിക്യം ക്ഷേത്രം. അപ്പോഴാണ് അവിടെ ഇരിഞ്ഞാലക്കുടയിൽ ഒരു ക്ഷേത്രം ഈഴവരുടെ വകയായി സ്ഥാപിക്കണമെന്ന് അവിടെ ഒരു ചർച്ച വരുന്നത്. അങ്ങനെ അവർ സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തിയതിന് ശേഷം അവർ ആ ക്ഷേത്രം പണിയാനുള്ള അനുമതിക്ക് അപേക്ഷിച്ചു. അന്ന് ക്ഷേത്രം പണിയണമെങ്കിൽ സർക്കാരിൽ നിന്ന് അനുമതി വേണം. സ്വാഭാവികം, സർക്കാരിൽ നിന്ന് അനുമതി വേണ്ട ഒന്നാണ് ഒരു കെട്ടിടം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അതിന് അനുമതി വേണമെന്ന് പറയാം. ക്ഷേത്രമൊക്കെ ആണെങ്കിൽ പ്രത്യേകമായി അനുമതി വാങ്ങിച്ച് ഒരു ആരാധനാലയം സർക്കാരിൽ നിന്ന് പണിയാൻ സാധിക്കൂ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഞാൻ പറഞ്ഞു, ആദ്യമായി ശ്രീനാരായണ ഗുരു വന്നത് നമ്മുടെ പെരിങ്ങോട്ടുകരയ്ക്കാണ്. പെരിങ്ങോട്ടുകരയിലൊരു ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പെരിങ്ങോട്ടുകരയിലൊരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ച് ക്ഷേത്രം പണിയാനായിട്ടുള്ള അപേക്ഷ കാരാട്ടുപറമ്പിൽ കൃഷ്ണൻ സർക്കാരിന് കൊടുത്ത സമയത്ത് ആ ക്ഷേത്രം പണിയുന്നതിന് മുമ്പായിട്ട്, യഥാർത്ഥത്തിലൊരു ക്ഷേത്രം പണിയുന്നതിന് മുമ്പായിട്ട് താൽക്കാലികമായൊരു ഷെഡ് വെച്ച് കെട്ടി അവിടെ ശിവൻ്റെ ഒരു പടം വെച്ചിരുന്നു. ശിവലിംഗദാസ്വാമികൾ അവിടെ ഒരു ശാന്തിക്കാരനായും സന്യാസിയായി അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. ഈ ഫയൽ സർക്കാരിൻ്റെ മുമ്പിലെത്തിയപ്പോൾ കൊച്ചി ഗവൺമെൻറ് പറയുന്ന കാര്യം, ഇതിനു മുമ്പേ തന്നെ സർക്കാരിൻ്റെ അനുവാദം വാങ്ങിക്കാതെ നിങ്ങൾ അവിടെ ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചതുകൊണ്ട്, ക്ഷേത്രം ഒന്നും പറയാൻ പറ്റില്ല, അവിടെ ഉള്ളതൊരു താൽക്കാലിക സംവിധാനമാണ്, നിർമ്മിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്രം പണിയാൻ അനുമതിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ ഈ കുറ്റത്തിൻ്റെ ഇതൊരു കുറ്റമാണ്, അതുകൊണ്ട് അനുമതിയില്ലാതെ ക്ഷേത്രം പണിത് നിങ്ങൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നുള്ളതാണ് ആദ്യ മറുപടി. പിന്നീട് ഇവർ വീണ്ടും അപേക്ഷ കൊടുത്ത് ഏറ്റവും അവസാനം ഇവർ 5 രൂപ പിഴ അടച്ചിട്ടാണ് പെരിങ്ങോട്ടുകര അമ്പലം ഉണ്ടാകുന്നത്. പെരിങ്ങോട്ടുകര അമ്പലം കൊച്ചി സർക്കാരിലേക്ക് 5 രൂപ പിഴ അടച്ച് നിർമ്മിച്ച ഒരു അമ്പലമാണെന്നുള്ളതാണ്. മാത്രമല്ല, ആദ്യകാലത്ത് ഇത്തരത്തിൽ ക്ഷേത്രത്തിന് ശ്രീനാരായണീയർക്ക് ക്ഷേത്രം പണിയാനുള്ള അനുമതി സർക്കാർ തന്നെ നിഷേധിക്കുന്നതും പിന്നീട് ഇവരുടെ സംഘടനാ ശക്തി കൂടി വരുന്നൊരു സമയത്ത്, ഇവർ അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയായി സംഘടിതരായി ഇവർ മാറുന്ന സമയത്ത് ക്ഷേത്രത്തിനുള്ള അനുമതി മാത്രമല്ല, അത് പണിയാനുള്ള തേക്ക് മരവും കുറച്ച് വേണമെങ്കിൽ ഞങ്ങൾ തരാമെന്ന് പറയുന്ന രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ കൗതുകകരമായി കാണാം. ഇരിഞ്ഞാലക്കുടയിലെ ക്ഷേത്രം പണിയാൻ ഉള്ള സമയത്ത് അനുമതിക്ക് അപേക്ഷിച്ച സമയത്ത് അതിന് അനുമതി ലഭിക്കുന്നില്ല. കാരണം സവർണർ എതിർത്തു. ഇരിഞ്ഞാലക്കുട ടൗണിനോട് ചേർന്ന് ഒരു ക്ഷേത്രം ഈഴവർ പണിയുന്നതിന് സമ്മതമല്ല, അതിനെതിർത്തെന്ന് മാത്രമല്ല, ഈ സവർണരോടൊപ്പം ക്രിസ്ത്യാനികളും കൂടെ അതിനൊപ്പം ചേരുന്നുണ്ട്. ക്രിസ്ത്യാനികളും ഈ ക്ഷേത്രം പണിക്ക് എതിർക്കുകയാണ്. ദിവാൻ്റെ മുമ്പിൽ വിഷയത്തുന്നു. ദിവാൻ അവിടെ നേരിട്ട് വന്ന് ഈ 2 കൂട്ടരുടെയും വാദം കേൾക്കുന്നു. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് യുക്തിവാദി MC ജോസഫ് ബന്ധപ്പെടുന്ന സന്ദർഭമാണ്. അന്ന് യുക്തിവാദി MC ജോസഫ് എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രധാനപ്പെട്ടൊരു വക്കീലാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് ധാരാളം കേസുകളുണ്ട്. അദ്ദേഹം വന്ന് ഇവിടെ ഈ പറയുന്ന കൊല്ലാട്ടിൽ തറവാട്ടിലെ കൃഷ്ണൻ അദ്ദേഹമൊക്കെ കൂടെ നേതൃത്വം നൽകുന്ന ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള ഈഴവരുടെ ശ്രമത്തിന് ന്യായമാണെന്ന് അന്ന് MC ജോസഫിന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികൾക്ക് വലിയ പള്ളിയുണ്ട്, സവർണർക്ക് വലിയ ക്ഷേത്രമുണ്ട്, ഈ പാവപ്പെട്ട ഈഴവർ ഒരു അമ്പലം പണിയുന്നുണ്ട്, ആർക്കാണ് എന്താണ് തടസ്സം? അങ്ങനെ അദ്ദേഹം ഇവരുടെ വക്കീലായി മാറുകയാണ്. അതോടുകൂടെ സഭ അദ്ദേഹത്തിൻ്റെ വക്കീൽ സ്ഥാനത്ത് മാറ്റി. അദ്ദേഹത്തിൻ്റെ വക്കാലത്തൊക്കെ സഭ മാറ്റി. അദ്ദേഹത്തിന് അങ്ങനെ വലിയ വരുമാനമൊക്കെ നഷ്ടപ്പെട്ടു. അദ്ദേഹം ദിവാൻ്റെ മുമ്പിൽ ഹാജരായി ക്ഷേത്രത്തിന് അനുമതി കൊടുക്കണമെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം പരിശ്രമിച്ചതിന് ശേഷമാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവാൻ അവർക്ക് അനുമതി കൊടുക്കുന്നില്ല. പിന്നീട് ഇവർ ബ്രിട്ടീഷ് സർക്കാരിനെ നേരിട്ട് സമീപിച്ച് റെസിഡൻറ്റിൻ്റെ പ്രത്യേക അനുമതി വാങ്ങിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ ഇന്ന് നമ്മൾ കാണുന്ന വിശ്വനാഥപുരം ക്ഷേത്രം നിർമ്മിക്കുന്നത്. അതൊരു ചരിത്രമാണ്. അതിലൊരു പോരാട്ടത്തിൻ്റെ കഥയുണ്ടെന്നർത്ഥം. വർഷങ്ങൾ നീണ്ടുന്ന ഒരു പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. ബോധാനന്ദ സ്വാമികളാണ് അവിടെ സഭ ഉണ്ടാക്കുന്നത്.
അവിടെ ഗുരു വരുന്നുണ്ട്, പ്രതിഷ്ഠ നടത്തുന്ന ബോധാനന്ദ സ്വാമികളാണ്. അവിടെ ഗുരു വരുന്നുണ്ട്, അവിടെ മിശ്രഭോജനം നടക്കുന്നുണ്ട്, അവിടെ ജാതിവിരുദ്ധമായ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ പാരമ്പര്യമുള്ള ഒരു സഭയാണ് അവിടെയുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ സവർണർ ഈഴവർക്ക് അമ്പലം പണിയാൻ അനുമതി കൊടുക്കാതെ വർഷങ്ങളോളം ചുറ്റിച്ച ഒരു പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ്. ഇപ്പോഴും ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരു പയ്യൻ അവിടെ മാല കെട്ടാൻ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ പ്രമാണിച്ച് എല്ലാ പഞ്ചായത്തിലും നടന്നു വരുന്ന ഹിന്ദു ഏകതാ സമ്മേളനം, ആ നാട്ടിൽ അതിന് അധ്യക്ഷത വഹിച്ചത് ഈ സഭയിലെ നേതാവാണ് കേട്ടോ. അതിൻ്റെ പോസ്റ്റർ കണ്ട് ഞാൻ ഒരു നിമിഷം നിന്നുപോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വനാഥപുരം ക്ഷേത്രത്തിൻ്റെ ചരിത്രം അറിയുന്ന ഒരാളാണ് ഇപ്പോൾ ആ കസേര കയറിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ പണിക്ക് പോകും. ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഇരിഞ്ഞാലക്കുടയിലെ ശ്രീനാരായണ പ്രസ്ഥാനം, ഏറ്റവും വലിയ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പോയിരുന്ന അധ്യക്ഷത വഹിക്കുകയാണ്. ഇതാണ് കാലം. നിങ്ങൾ ഓർക്കണം, ഏത് ഇരിഞ്ഞാലക്കുട 2 മാസമോ 3 മാസമോ മുമ്പാണ് ഈ അജിതൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് സമരം നടത്തിയത്. ആ ബാലുവിനെ പുറത്താക്കിയ സമയത്ത്, ബാലു രാജിവെച്ച് പോയ സമയത്ത് അനുരാഗിന് ഇന്ന് അവിടെ ജോലി ചെയ്യുന്നതിൽ ഈ കൊടുങ്ങല്ലൂരുള്ള ധാരാളം ഈ പറയുന്ന KPMSയുടെ ആളുകൾ, വിവിധ ദളിത് സംഘടനയിലുള്ള ആളുകൾ, ഇവിടുത്തെ ചെറിയ ശ്രീനാരായണ കൂട്ടായ്മയുടെ ആളുകൾ, ഇവരൊക്കെ വഹിച്ച വലിയ പങ്കുണ്ട്. ഇന്ന് അവിടെ ഒരു യുവാവ്, ഒരു 23 വയസ്സുകാരൻ അവിടെ ജോലിക്ക് അപേക്ഷിച്ച സമയത്ത് ജാതി വിവേചനം നേരിട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വന്ന ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും തന്നെ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പറയുന്ന ഇരിഞ്ഞാലക്കുടയിൽ SNDP യോഗത്തിൻ്റെ നേതാവിൻ്റെ ഫേസ്ബുക്ക് നിങ്ങളെടുത്ത് നോക്കണം, ഒരൊറ്റ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഒരു പടമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇദ്ദേഹവും ആ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നോ? ഒന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് അവിടെ എന്തോ ക്യൂ നിൽക്കുന്ന കാര്യത്തിൽ, ക്യൂവിൻ്റെ കാര്യത്തിൽ സംഭവത്തിനെതിരെ യുവമോർച്ച നടത്തിയ പ്രതിഷേധത്തിൻ്റെയാണ്. അപ്പോഴും ഈ പറയുന്ന അനുരാഗിനും ബാലുവിനും ജാതിയുടെ പേരിൽ അവിടെ വിവേചനം നേരിട്ടതിനെതിരെ ഒരു പ്രതികരണവും ഈ പറയുന്ന നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായില്ല. സഹോദരനെ അനുസ്മരിക്കാൻ ഇപ്പോൾ യൂണിയൻ ഓഫീസ് വിട്ടു തരാത്തതിൽ എന്തെങ്കിലും അത്ഭുതം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കേരളത്തിൽ ഉള്ളൊരു പൊതുവിശ്വാസം എന്ന് പറയുന്നത് ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വേണ്ടത്ര ധാരണ പൊതുസമൂഹത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിൽ അതിനെ നിരീക്ഷിക്കുന്ന ആളുകളില്ല. അതിനെ പൊതുവെ കണക്കാക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ലീഡറുടെ കീഴിൽ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ കൈകളിൽ പൂർണ്ണമായി ഒതുങ്ങി നിൽക്കുന്ന, ഒരു വിമത ശബ്ദം പോലും ഉയരാതെ അതിൻ്റെ അകത്ത് സംഘടനയ്ക്കകത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് പൊതുവെ നമ്മളിങ്ങനെ കാണുന്നത്. അതങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കാവുന്ന ധാരാളം തെളിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതങ്ങനെയല്ല ഇപ്പോൾ അതിൻ്റെ പോക്കെന്ന് അപകടകരമായി നമ്മൾ തിരിച്ചറിയണം. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് വിമർശിക്കാം, അദ്ദേഹത്തിനോട് എതിർപ്പുണ്ട് പറയാം, അത് വിയോജിപ്പൊക്കെ പറഞ്ഞു തന്നെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഇവിടെ ഈ അനുരാഗിൻ്റെ വിഷയം ഉണ്ടായല്ലോ, അതിൽ നേരിട്ട് ഇടപെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്, ആ അനുരാഗിൻ്റെ വിഷയം ഉണ്ടായ സമയത്ത് ഈ അനുരാഗിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഇദ്ദേഹത്തിനെ ജോലിക്ക് കയറ്റാനായിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഈ പൂർണ്ണമായും ഈ യുവാവിനൊപ്പമാണെന്നും പറഞ്ഞ് ഒരുമിച്ച് നിൽക്കുന്നതും ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ പ്രസ്താവനയും ഒരു ബോക്സ് വാർത്തയായി കേരള കൗമുദിയിൽ വന്നിരുന്നു. എന്നിട്ട് പോലും ഇരിഞ്ഞാലക്കുടയിലെ SNDP യൂണിയനോ അവിടുത്തെ ഈ പറയുന്ന അതിൻ്റെ നേതൃത്വമോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് പോലും ആ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ജനറൽ സെക്രട്ടറി പറഞ്ഞവർ അനുസരിക്കണമല്ലോ. അവസാനം ആ പയ്യൻ ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം ഒരു ബൊക്കെയായിട്ട് വന്നിട്ടോ, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതും വിളിച്ച് പറഞ്ഞുകൊണ്ട് വന്നു എന്നോട് പറഞ്ഞത്, നേരിട്ട് പറഞ്ഞത്. ഇത് പറഞ്ഞാലും നിഷേധിക്കില്ല, ഞങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞേ. നിങ്ങളെന്താ ചാർജ് എടുക്കാൻ വരാൻ വൈകിയെന്നോ ചോദിച്ചേ? കാരണം ഒരു ശനിയാഴ്ചയാണ് ഈ പയ്യനെ ഇവിടെ നിന്ന് അഡ്വൈസ് മെമ്മോ അയക്കുന്നത്. ആ അഡ്വൈസ് മെമ്മോ അവിടെ പോസ്റ്റ് ഓഫീസിൽ വരുമ്പോൾ അവിടെ പോയി നേരിട്ട് രാവിലെ 8 മണിക്ക് പോസ്റ്റ് ഓഫീസ് തുറന്നപ്പോൾ നേരിട്ട് അവിടെ നിന്ന് കൈപ്പറ്റി മെഡിക്കൽ ചെയ്ത് കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ ആലപ്പുഴ എത്തിച്ചു. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ ഇരിഞ്ഞാലക്കുട എത്തിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ബാക്കി അവിടെയുള്ള എല്ലാവരും ചോദിക്കുന്നത്, ഞങ്ങൾ ഈ ശനിയാഴ്ച ഇത് അയച്ചോളല്ലോ, നിങ്ങളെങ്ങനെ ഈ കാലത്ത് ഇവിടെ എത്തിയെന്നാണ്. അപ്പോഴാണ് ഇവർ പറയുന്നത്, ഞങ്ങൾ 11:30 ഇവിടെ വന്ന് നിൽക്കുന്നതാണ്, നിങ്ങളെന്തോ 1 മണി വരെ വരാതിരുന്നെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ചോദ്യം. ഇതിൻ്റെ പിന്നിലൊരു പെയിൻ എന്താണെന്ന് അവർക്ക് അറിയില്ല, അവർ ആ ഭാഗത്തേ ഇല്ല. എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം അതല്ല. ഈ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് എൻ്റെ കോലം കത്തിച്ച സംഭവം ഉണ്ടായിരുന്നില്ല ഇവിടെ കൊടുങ്ങല്ലൂർ വനിതാ മതിലിൻ്റെ സമയത്ത്? അന്ന് ഇവരാരെങ്കിലും പ്രതികരിച്ചോ? ഇല്ല, പ്രതികരിക്കാൻ വന്നില്ല. സംഗീത വിശ്വനാഥിൻ്റെ എന്തോ കോലം കത്തിച്ച സംഭവം ഉണ്ടായി, അന്നും പ്രതികരിക്കാൻ പോയത് ഇവരൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ
ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ പല 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 യൂണിയൻ ഭാരവാഹികളും എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത വിധം സംഘപരിവാറിന് അടിമപ്പെട്ടവരാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ആ സംഘടനയെ ആപാദം വിഴുങ്ങുന്ന കാലമാണ് വരാൻ പോകുന്നത്. ജാഗ്രതയോടെ നിൽക്കണം. കാരണം ഈ ജാതി വ്യത്യാസത്തെപ്പറ്റിയും ഈ മതവുമായ ഈ ഹിന്ദു മതത്തിനകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന വിവേചനത്തെപ്പറ്റിയും ഇവിടുത്തെ പ്രാതിനിധ്യത്തിൻ്റെ കുറവിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിക്കാൻ പോലും വിമുഖരായ, അങ്ങനെ സംസാരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു ഐക്യത്തിന് അപകടകരമാവും എന്ന് വിശ്വസിച്ച് സംഘപരിവാറിന് വേണ്ടി മൗനം പാലിക്കുന്ന ഒരു വിഭാഗം അതിനകത്ത് സംഘടനാപരമായി തന്നെ വളർന്നു വരുന്ന ഇതാണ് കേരളം നേരിടാൻ പോകുന്ന വലിയ അപകടങ്ങളിലൊന്ന്. ഇത് ഇതുവരെ മാത്രമല്ല, പൊതുവെ പിന്നോക്ക സമുദായത്തിൻ്റെ പ്രാതിനിധ്യവാദത്തെ പോലും ഇത് ദുർബലമാക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം സംവരണം എന്ന് പറയുന്ന വിഷയം, സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ത് എന്ന് ചോദിച്ചാൽ അത് പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയമാണ്. സംവരണം എന്ന ആശയം മലയാളിയെ ഇത്തരത്തിൽ പരിചയപ്പെടുത്തിയത് പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം, എല്ലാവർക്കും എല്ലായിടത്തും തുല്യമായ അവസരം വേണമെന്ന രാഷ്ട്രീയം കേരളത്തിൽ ഇന്നും ഉയർത്തിപ്പിടിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ നിന്നാണ് ഈ ഒരു ആശയം തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം പോലുള്ള സംഘടനകളുടെ പ്രസക്തി എന്ന് പറയുന്നതും ഈ പ്രാതിനിധ്യമില്ലാത്ത ആളുകളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി ആ സംഘടന എല്ലാ കാലവും സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പുന്നല ശ്രീകുമാർ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. SNDP യോഗം നിർത്തിയോ? നിങ്ങൾ സംവരണത്തിൻ്റെ പരിപാടി നിർത്തിയോ എന്നാണ്. അത് പുന്നലയ്ക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്നേ നിർത്തി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് വെറുതെ നിന്ന് പോകുന്നതല്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഇന്ത്യയിലെ ഒരു പാർലമെൻറ്റും പാസ്സാക്കാത്ത, ഒരു നിയമസഭയും പാസ്സാക്കാത്ത ഒരു നിയമം സുപ്രീം കോടതിയുടെ വിധി വഴി വരികയാണ്. അതോടുകൂടെ ഈ ക്രീമി ലെയർ ഏർപ്പെടുന്ന OBC സമുദായങ്ങൾ സമ്പന്നരെന്നും സമ്പന്നരല്ലാത്തവരെന്നും നെടുകെ പിളർക്കപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിനെ പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അക്കാലത്തെ പുരോഗമനകാരികളായ സമ്പന്നരിലെ പുരോഗമനകാരികളായ വളരെ ചുരുക്കം പേർക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെയാണ് ബോധാനന്ദ സ്വാമി വരുന്നത് വളരെ സാമ്പത്തിക പശ്ചാത്തലമുള്ള സ്ഥലത്തു നിന്നാണ്. മിതവാദി കൃഷ്ണൻ വരുന്നത് ഒരു സമ്പന്നനായ വ്യക്തിയായിട്ടാണ് അദ്ദേഹം വരുന്നത്. സഹോദരനെ പോലെ കുറച്ച് ആളുകൾ മാത്രമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുള്ളൂ. അങ്ങനെയുള്ളവർ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ അവരുടെയൊക്കെ പിൻബലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മൂവ്മെൻറ്റുകൾ മുന്നോട്ട് പോയിരുന്നത്. അവരുടെ സാമ്പത്തിക പിന്തുണ അത്രയും വലിയ ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം പോലുള്ള, അതുമാത്രമല്ല OBCകളുടെ ഏത് സംഘടന എടുത്ത് നോക്കിയാലും OBC സമുദായങ്ങളുടെ സമുദായ സംഘടനകളുടെ നേതൃത്വം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു മണ്ഡലം അല്ലെങ്കിൽ യൂണിയൻ തല നേതൃത്വം, ഒരു നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ആ നിയോജകമണ്ഡലത്തിന് മുകളിലുള്ള, താലൂക്ക് അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അവരുടെ താലൂക്ക് സഭകൾക്ക് മുകളിലുള്ള എല്ലാ സംഘടനാ സംവിധാനവും അതാത് സമുദായങ്ങളിലെ സമ്പന്നർ മാത്രം കൈയടക്കി വെച്ചിട്ടുള്ള വേദികളാണ്. അവർക്കാർക്കും സംവരണമില്ല. അപ്പോൾ അവർക്ക് EWS ഒരു പ്രശ്നമല്ല, അവർക്ക് OBC സംവരണം പോലും പ്രശ്നമല്ല. അഥവാ OBC സംവരണം ഉള്ളത് അവർക്കൊരു പ്രശ്നമാണ്. കാരണം എന്താ? ഒരു ദരിദ്രനായ ഈഴവൻ്റെ മകളും എൻ്റെ മകളും കൂടെ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിച്ചാൽ സ്വാഭാവികമായും ആ കുട്ടിക്ക് സംവരണം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടില്ലേ? അപ്പോൾ അത് വേണ്ട. അപ്പോൾ സംവരണത്തിനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ നിന്ന്, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ നിന്ന് ഇത്തരം സംഘടനകൾ പിന്നോട്ട് പോകുന്നതിൽ ആ സംഘടനകൾക്കകത്ത് വന്നിട്ടുള്ള വർഗപരമായ അതിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള മാറ്റം, ഈ ശാഖാ തലത്തിൽ നിന്നും വളർന്ന് സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ, ഏതെങ്കിലും സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ വരുന്ന എത്ര നേതാക്കന്മാരുണ്ട് OBCകളുടെ സംഘടനകളിൽ? ഇവിടെയുമില്ല. അതിന് കാരണം അതുണ്ടാക്കുന്ന വലിയ പിന്നോട്ടടിയാണ് ഇവിടെ നിൽക്കുന്നത്. സഹോദരൻ എന്തുകൊണ്ട് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, സഹോദരനെ അനുസ്മരിക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് അവർക്ക് സഹോദരനെ ഓർക്കാനറിയാത്തത് സഹോദരൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ മൂല്യങ്ങൾക്കൊപ്പം ഒന്നും അവരില്ല. ഈഴവരും പുലയരും തമ്മിൽ തുല്യത വേണമെന്നുള്ള രാഷ്ട്രീയം ഇവർക്ക് സ്വീകാര്യമാണോ? അവർക്ക് സ്വീകാര്യമില്ല. അവർക്ക് നായർ ഈഴവയ്ക്ക് മാത്രമേ സ്വീകാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരൻ അവർക്ക് അനുസ്മരിക്കപ്പെടേണ്ട ഒരാളാവുന്നില്ല.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ തെരുവിലൂടെ നടക്കാൻ മനുഷ്യരെ ജാതിയുടെ പേരിൽ അനുവദിക്കാത്ത ഒന്നായിരുന്നു ഈ ഹിന്ദുധർമ്മമെന്നും ഈ ഹിന്ദുമതം ലിക്വിഡേറ്റ് ചെയ്യപ്പെടണമെന്നും ഈ ഹിന്ദുമതം ഇല്ലാതാകുന്ന കാലത്ത് മാത്രമേ, ഈ പറയുന്ന സനാതന ധർമ്മം ഇല്ലാതാകുന്ന കാലത്ത് മാത്രമേ ഇന്ത്യയിലെ മനുഷ്യർ സ്വതന്ത്രരാകൂ എന്നും മനുസ്മൃതി എഴുതിയ മനു ഹിറ്റ്ലറെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ ക്രൂരനായ ഒരു വ്യക്തിയാണ്. മനുവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഹിറ്റ്ലർ, അവരുടെ ഹിറ്റ്ലർ എത്ര പാവമാണ് എന്ന് പറഞ്ഞ ഒരാളാണ് സഹോദരൻ. സഹോദരൻ്റെ സനാതന ധർമ്മത്തോടുള്ള സമീപനം ഇവർക്ക് സ്വീകാര്യമാണോ? സഹോദരൻ പറഞ്ഞ ഈ വർണ്ണാശ്രമധർമ്മത്തിനെതിരെയുള്ള നിലപാടുകൾ ഇവർക്ക് സ്വീകാര്യമാണോ? ഇവർക്ക് സ്വീകാര്യമല്ല. പ്രാതിനിധ്യം, ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാതിനിധ്യം വേണമെന്ന് പറയുന്ന സഹോദരൻ മുന്നോട്ട് വെച്ച സംവരണത്തിൻ്റെ രാഷ്ട്രീയം ഇവർക്ക് സ്വീകാര്യമാണോ? ഇവർക്ക് സ്വീകാര്യമല്ല. ഇത്തരത്തിൽ സഹോദരൻ ഇവർക്ക് ഓർക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല, മറിച്ച് ഇവിടുത്തെ ഹിന്ദുമതത്തിലെ വ്യത്യസ്ത ജാതികളെന്ന് പറയുന്നത് ഒരു മാലയിൽ കോർത്ത വ്യത്യസ്തങ്ങളായ പൂക്കൾ പോലെയാണെന്നും ഹിന്ദുമതം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ പൂക്കൾ കൊണ്ട് ചേർത്ത ഒരു മനോഹരമായ മാലയാണെന്നും വിശ്വസിക്കുന്ന ഈ ഹിന്ദുത്വവാദികൾക്ക് സഹോദരൻ സ്വീകാര്യനയല്ല. സഹോദരൻ പറയുന്നുണ്ട് ഇത് മാല പോലെ സുന്ദരമായ ഒരു കാര്യമേ അല്ല. കാരണം ഈ ഹിന്ദുമതത്തിലെ ഈ മാലയുടെ സങ്കല്പം തന്നെ, മാലയെ വെച്ചുകൊണ്ട് ഹിന്ദുമതത്തിലെ ജാതിയെ സാധൂകരിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം മാലയിലെ എല്ലാ പൂക്കൾക്കും ഒരു തുല്യത ഉണ്ടായിരിക്കാം, പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ എന്ന് പറയുന്നത് ശ്രേണീകൃതമായ ഒരു അസമത്വമാണ് നിൽക്കുന്നത്. പലതരത്തിലുള്ള പൂക്കൾ പലതരത്തിൽ ചവിട്ടി മെതിക്കപ്പെട്ട പൂക്കളാണ് ഇതിലുള്ളതെന്ന് സഹോദരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും പൂമാലയുടെ പോലെ മനോഹരമായ ഹിന്ദുമതം എന്ന് പറയുന്ന സങ്കല്പം ഞങ്ങൾക്ക് സ്വീകാര്യമേ അല്ല എന്ന് സഹോദരൻ പറയുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ട കാര്യം, സഹോദരൻ മുന്നോട്ട് വെച്ച ആശയാവലികളിൽ നിന്ന് ഇവർ അകന്നു പോയതുകൊണ്ടാണ്. സഹോദരൻ തല്ലുകൊണ്ട് വീണതിൻ്റെ, ഇവിടെ കൊടുങ്ങല്ലൂരിൽ ഈ മണ്ണിൽ തല്ലുകൊണ്ട് വീണതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഹാള് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അന്ന് ഈ ഹാള് തരാൻ നിർവാഹമില്ല. യഥാർത്ഥ കാരണം ഈ ശ്രീനാരായണ ദർശന വേദിയാണ് സംഘാടകർ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അവർ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് മാർച്ച് 8 വനിതാ ദിനമാണ്. മാർച്ച് 8 വനിതാ ദിനമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒഴിവില്ല എന്നാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം അവിടെ യാതൊരു പരിപാടി നടക്കുന്നത് ഞാൻ കണ്ടില്ല. അതാണ് കാരണം പറയുന്നത്. എന്തായാലും വനിതാ ദിനമാണ് എന്ന് ഓർക്കാനുള്ള ഒരു ശേഷിയെങ്കിലും അവിടെ ആർക്കോ ഒരാൾക്കുള്ളത്, അതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇവിടെ ഇത്തരത്തിലുള്ള സമുദായ സംഘടനകൾ എത്തി നിൽക്കുന്ന, അത് ഓരോ ദിവസം തോറും ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സഹോദരനെ, മിതവാദി കൃഷ്ണൻ വക്കീലിനെ, ബോധാനന്ദ സ്വാമികളെ, തൃശ്ശൂരിലെ ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ക്ഷേത്രങ്ങളുടെയും കഥ ഞാൻ പറയാം. സമയക്കുറവുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ ക്ഷേത്രങ്ങളുടെയും കഥ. ഈ ക്ഷേത്രമെല്ലാം ഉണ്ടായത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണിസത്തോടുള്ള എതിർപ്പിൻ്റെ ഫലമായിട്ടാണ്. അവിടെ നിന്നുള്ള പീഡനങ്ങളുടെ ഫലമായിട്ടാണ്. ജാതി വിവേചനം കാണിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് ഒരു ബദലെന്ന നിലയിലാണ്. ആലയിൽ ഗുരു വന്ന് പ്രതിഷ്ഠിച്ചില്ല, ഗുരു വന്നില്ലേ? ഗുരു ആലയിൽ വരുന്ന കഥ നിങ്ങൾ ഓർക്കണം. ഇവർ ചെല്ലുന്നുണ്ട് ഗുരുവിനെ കാണാൻ. വാമൊഴിയായി കേൾക്കുന്ന കഥയാണ് കേട്ടോ. ഗുരുവിനെ കാണാൻ ചെന്ന് ആദ്യം ഈ സഹോദരൻ്റെ രാഷ്ട്രീയം, പിന്നീട് ശ്രീനാരായണ പ്രസ്ഥാനം എങ്ങനെയാണ് കേരളം മുഴുവൻ പ്രായോഗികമാക്കിയത് എന്ന് നമ്മൾ ഓർക്കണം. ക്ഷേത്രം എന്തിനു നിർമ്മിച്ചു? പിന്നീട് സി കേശവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഗുരുവിനൊപ്പം ക്ഷേത്രം പ്രതിഷ്ഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. എന്തിനാണത് പോയതെന്ന് ആലോചിക്കുമ്പോൾ ഒരു കൗതുകമാണ്. എന്ത് യുക്തിവാദിയായ സി കേശവൻ ശ്രീനാരായണ ഗുരുവിനൊപ്പം പോയി ക്ഷേത്രപ്രതിഷ്ഠയിൽ ഈ വിഗ്രഹമൊക്കെ എടുത്തു കൊടുക്കുന്ന ആളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ക്ഷേത്രം നിർമ്മാണം എന്ന് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവരിതിനെ കാണുന്നത് തന്നെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടാണ്. അത് സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് അവർക്കൊരു ധാരണയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്ഷേത്രം എന്ന് പറയുന്നത്, പൂർണ്ണാർത്ഥത്തിൽ പണി കഴിഞ്ഞ് പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളുടെ കുറുക്കഞ്ചേരിയിലെ ക്ഷേത്രമാണ്. കുറുക്കഞ്ചേരി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മിതവാദി പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ജാതി അന്ന് പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടെ അവിടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ബലിക്കലിൻ്റെ അവിടെയൊക്കെ വരെ പ്രവേശനം കൊടുക്കുകയും ക്ഷേത്രത്തിലേക്ക് അവരെ പ്രവേശിക്കുന്ന അവരുടെ കയ്യിൽ തന്നെ പ്രസാദം കൊടുക്കണം എന്ന് ബോധാനന്ദ സ്വാമി നിഷ്കർഷിക്കുന്നുണ്ട്. ഇന്നും ക്ഷേത്രത്തിൽ പോയാൽ കയ്യിൽ പ്രസാദം കിട്ടില്ല, എറിഞ്ഞാണ് തരിക. ഇപ്പോൾ കുറുക്കഞ്ചേരിയിൽ എറിഞ്ഞാണോ കൊടുക്കുന്നത്, കയ്യിൽ വെച്ചാണോ കൊടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ പ്രസാദം കയ്യിൽ വെച്ച് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അന്നവിടെ സംഭവിക്കുന്നുണ്ട്. മിതവാദി അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ക്ഷേത്രം, ഓരോ സ്ഥലത്ത് ക്ഷേത്രം വരുമ്പോഴും
ജാതിയെ ഇല്ലാതാക്കുന്ന കേന്ദ്രം എന്ന നിലയ്ക്കാണ് അവിടെയെല്ലാം ക്ഷേത്രങ്ങൾ വരുന്നത്. സഹോദരൻ്റെ ഈ മിശ്രഭോജനത്തിൻ്റെ രാഷ്ട്രീയം പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളുമായി ബന്ധപ്പെട്ട് അത് ഏറ്റെടുക്കപ്പെടുന്നുണ്ട്. ഇവിടെ ആലയിൽ ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ വരുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം, ഈ ക്ഷേത്രം നിങ്ങൾ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് പ്രതിഷ്ഠിക്കാനായി ഗുരുവും ബോധാനന്ദ സ്വാമികളും വരണമെങ്കിൽ ആ ക്ഷേത്രപ്രതിഷ്ഠയോടനുബന്ധിച്ചുകൊണ്ട് നിങ്ങളൊരു സങ്കര ഭോജനം നടത്തണം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജാതിയിൽ എന്നുള്ളതല്ല കേട്ടോ. ഇത് പറഞ്ഞു വരുമ്പോൾ പറയും ഇത് ഹിന്ദുക്കളെ ഐക്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറയും. അങ്ങനെയല്ല. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സങ്കര ഭോജനം നടത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമാണ് ക്ഷേത്രം പ്രതിഷ്ഠിക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു കാര്യം ഗുരു പറയുന്ന സമയത്ത് എത്ര പേർക്ക് സ്വീകാര്യമാവും? കുറേ ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നവരുണ്ടായിരിക്കും, കുറേ ആളുകൾ പ്രതികൂലിക്കുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായും പോയ ആളുകൾ കുറേ കാലത്തേക്ക് ഇത് വന്നില്ല, തിരിച്ചു വന്നില്ല. കാരണം വന്നാൽ ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ ഗുരു വരണമെങ്കിൽ എന്ത് വേണം? സങ്കരബോധനം നടക്കണം. സങ്കരബോധനം നടക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നാട്ടിൽ എല്ലാവരും ഐക്യത്തോടെ ഒരുങ്ങി വരണ്ടേ. ഏറ്റവും അവസാനം ചെന്ന് വീണ്ടും ഗുരുവിനെ വിളിക്കുന്ന സമയത്ത് ഗുരു പറയും ഇനി നാം പ്രതിഷ്ഠിക്കുന്നില്ല, ബോധാനന്ദം പ്രതിഷ്ഠിക്കുക. എന്തായാലും അവർ സങ്കരബോധനം നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രതിഷ്ഠയുടെ ദിവസം അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ആ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആ ദിവസം അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജാതിയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സങ്കര ഭോജനം അവിടെ ആലയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയും രേഖ ഞാൻ വായിക്കാം. ശ്രീനാരായണ ധർമ്മപ്രകാശിനി സഭക്കാരുടെ 27 സംഭവമാണ്. ശ്രീനാരായണ ധർമ്മപ്രകാശിനി സഭക്കാരുടെ അപേക്ഷ പ്രകാരം ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമികൾ 1103 കന്നി 7 ഇവിടെ രണ്ടാമത് എഴുന്നള്ളി. ആലയിൽ രണ്ടാമത് വരികയാണ് ഗുരു. 10 രാത്രി 4 മണിക്ക് തൃപ്പാദങ്ങളുടെ സമ്മതത്തോടെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ ശങ്കരനാരായണൻ, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നീ ദേവതമാരുടെ ബിംബങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം കൊടുക്കുകയും ചെയ്തു. അന്നേ ദിവസം പകൽ ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികൾ CP പരമേശ്വര മേനോൻ BA, ഈ പരമേശ്വര മേനോനാണ് പിന്നീട് സ്വാമി ധർമ്മതീർത്ഥയായി മാറിയത്. അദ്ദേഹം പിന്നീട് ധർമ്മതീർത്ഥയാകുക മാത്രമല്ല, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ബൈലോ ഒക്കെ എഴുതിണ്ടാക്കുന്നത്. പരമേശ്വര മേനോനാണ് ധർമ്മതീർത്ഥ. അദ്ദേഹം പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ച് ജോൺ ധർമ്മതീർത്ഥ എന്ന പേര് സ്വീകരിച്ചു. അംബേദ്കറുമൊക്കെ ആയിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി കൂടെയായിരുന്നു സ്വാമി ജോൺ ധർമ്മതീർത്ഥൻ. അംബേദ്കർ മതം മാറാൻ തീരുമാനിക്കുന്ന ഒരു സമയത്ത് ഏത് മതത്തിലേക്ക് മാറണമെന്ന ചർച്ച നടക്കുന്ന സമയത്ത് അംബേദ്കർ അതുമായി ബന്ധപ്പെട്ട് ഉപദേശം ചോദിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് സ്വാമി ധർമ്മതീർത്ഥൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. അന്ന് ധർമ്മതീർത്ഥ സ്വാമികൾ പറയുന്നത് ക്രിസ്തുമതം സ്വീകരിക്കണം എന്നുള്ളതാണ്. അംബേദ്കർ ക്രിസ്തുമതം സ്വീകരിച്ചില്ല. പക്ഷേ ധർമ്മതീർത്ഥ സ്വാമികൾ അന്ന് ഉപദേശിച്ച പോലെ പിന്നീട് ക്രിസ്തുമതം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള പാളയത്തുള്ള CSI ചർച്ചാണ്. അവിടെ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശവകുടീരം കാണാം. അതിലെ പേര് സ്വാമി ജോൺ ധർമ്മതീർത്ഥൻ എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീനാരായണ, അന്ത്യം വരെ അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീനാരായണ ഗുരുവും അന്ത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മതം ക്രിസ്തു മതവുമായിരുന്നു എന്നുള്ളതാണ്. അതൊരു ചരിത്രമാണ്. അപ്പോൾ ജോൺ ധർമ്മതീർത്ഥൻ അന്ന് അംബേദ്കർക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ മതം മാറുന്നു എങ്കിൽ ബുദ്ധമതം സ്വീകരിച്ചാൽ, ബുദ്ധമതമാണ് അംബേദ്കർക്ക് താല്പര്യം, ബുദ്ധമതം സ്വീകരിച്ചാൽ സത്യത്തിൽ നിന്ന് സംഭവിക്കുന്നത് നിങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് ബുദ്ധമതം സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസം മാറുന്നു എന്ന് പറയുകയും ആ വീട്ടിലെ തന്നെ മറ്റൊരു മുറിയിൽ താമസിക്കുകയും ചെയ്യുന്നത് പോലെ മാത്രമേ ആകൂ. അതുകൊണ്ട് നിങ്ങൾക്കൊരു മോചനം സാധ്യമാകില്ല. നിങ്ങൾ മാറുന്നെങ്കിൽ ക്രിസ്തു മതത്തിലേക്ക് മാറുക എന്നുള്ളതായിരുന്നു ധർമ്മതീർത്ഥ സ്വാമികളുടെ ഉപദേശം. പക്ഷേ അംബേദ്കർ പിന്നീട് സ്വീകരിക്കുന്നത് ബുദ്ധമതം തന്നെയാണ്. സാന്ദർഭികമായി പറഞ്ഞത് മാത്രം. പരമേശ്വര മേനോൻ അന്ന് ആലയിലുണ്ട്. പിന്നെ KS അയ്യപ്പൻ മുതലായ മാന്യന്മാരുടെ സാന്നിധ്യത്തിലും മിസ്റ്റർ അരയാമ്പറമ്പിൽ വാസുദേവൻ തുടങ്ങിയ ചില യുവാക്കളുടെ ഉത്സാഹത്തിലും ഏതാണ്ട് 800 ആളുകൾ ചേർന്ന ഒരു വലിയ സങ്കരഭോജനം ഉണ്ടായി. ആയതിൽ ക്രിസ്ത്യാനികൾ, മുഹമ്മദീയർ, ഈഴവർ, വേട്ടുവർ, അരയർ, പാണർ പുലയർ മുതലായ നാനാജാതി മതസ്ഥരും പങ്കുകൊണ്ടിരുന്നു എന്നത് പ്രത്യേകം പ്രസ്താവയോഗ്യമാണ് എന്ന് ആലയിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അവിടെ എഴുതി വെച്ചിട്ടുള്ള രേഖയിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് വിശ്വനാഥപുരത്തെ കാര്യം ഇതാണ്. വിശ്വനാഥപുരം അതിനു മുമ്പ് ബോധാനന്ദ സ്വാമികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ വിശ്വനാഥപുരത്തെ ക്രിസ്ത്യാനികളുടെ എതിർപ്പ് സത്യത്തിൽ ഒരു അപ്രതീക്ഷിതമായ എതിർപ്പായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. കാരണം ബോധാനന്ദ സ്വാമികളുടെയൊക്കെ ഡയറികൾ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത്
പല മീറ്റിങ്ങുകളിലും ഈ അന്ന് ഈഴവരെ സംഘടിപ്പിക്കുന്ന പല മീറ്റിങ്ങുകളിലും ബോധാനന്ദ സ്വാമികളോടൊപ്പം ധാരാളം അതാത് പ്രദേശത്തെ പള്ളിയിലെ അച്ഛന്മാർ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രേഖകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പിന്നോക്ക സമുദായങ്ങൾ, മുസ്ലിം സമുദായവും ഈഴവ സമുദായം, ദളിത് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു സാഹോദര്യത്തിൻ്റെ, അതിലെ ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ തമ്മിലുള്ള സാഹോദര്യം, അവർ ഒരുമിച്ച് ചേരുന്നത്, ഒരുമിച്ച് പോരടിക്കുന്നത്, ഒരുമിച്ച് പ്രതിരോധിക്കുന്നതിൻ്റെയൊക്കെ ഒരു വലിയ ചരിത്രം നമുക്കിവിടെ എല്ലാം വായിച്ചെടുക്കാൻ പറ്റും. ഇത്തരം കൂട്ടായ്മകളെയും ഐക്യത്തെയും എല്ലാം തകർത്തുകൊണ്ട് കേവലം ഹിന്ദുത്വത്തിൻ്റെ പാതയിലേക്ക് നമ്മളുടെ നാടിനെ കൊണ്ടുപോകാനായിട്ട് ശ്രീനാരായണ ധർമ്മത്തെ പോലും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ ഹൈന്ദവ മതത്തിൻ്റെ ഒരു ഉപശാഖയായി പരിമിതപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാകുന്ന സമയത്ത് ഇവിടെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രനടയിൽ സഹോദരൻ അയ്യപ്പൻ ഈ സനാതനികളുടെ തല്ലുകൊണ്ട് വീണിട്ടുണ്ട് എന്ന കഥയും എന്ന ചരിത്രവും, അങ്ങനെ സഹോദരൻ അയ്യപ്പൻ സനാതനികളുടെ തല്ലുകൊണ്ട് ഇവിടെ ഈ കൊടുങ്ങല്ലൂരിൽ വീണു പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഈ സനാതനികളുടെ ആചാര സംരക്ഷകര ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളായിരുന്നു എന്ന ചരിത്രവും നമ്മൾ ഉറക്കെ പറയേണ്ടതുണ്ട്. ഈ സാഹോദര്യത്തിൻ്റെ കഥ നമുക്ക് ഇവിടെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ആരെല്ലാം വേദി നിഷേധിച്ചാലും ആരെല്ലാം വിലക്കിയാലും യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ പുരോഗമനകരമായ മൂല്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ ഇത്തരത്തിലുള്ള തമസിൻ്റെ ശക്തികൾക്ക് ആകുകയോ അവർക്ക് വിജയം കരഗതമാകുക എന്നത് സാധ്യമാകുകയോ ഇല്ല എന്ന് നമ്മളോട് ഈ ചരിത്രത്തിൽ കഴിഞ്ഞു പോയ 100 വർഷങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആത്യന്തികമായ വിജയം നമ്മളുടെ തന്നെയാണ്. ഈ ഇവിടെ നിന്ന് സംസാരം അവസാനിപ്പിക്കുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ വേദന ഇത് തന്നെയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ഈ കേരളത്തിൽ തന്നെ പ്രസംഗിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വേദിയാണ് ഈ കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ്റെ ഹാള്. ഏകദേശം 16 വയസ്സ് മുതൽ ഞാനിവിടെ സംസാരിക്കുന്നുണ്ട്, പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഹാളിൽ സംസാരിക്കുന്ന ചെറിയൊരു ഹാളാണെങ്കിലും അതിൽ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ചുമരിൻ്റെ 3 വശത്തും എനിക്ക് അവിടെ നിൽക്കുന്ന ആൾക്ക് കാണാൻ സാധിക്കുന്ന ആ ചുമരിൻ്റെ 3 വശത്തും മഹാന്മാരായിട്ടുള്ള കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ച മഹാരഥന്മാരായിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ എങ്ങനെയുണ്ട്. അതിൽ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഡോക്ടർ അംബേദ്കറുടെ ചിത്രം ഒരു SNDP യോഗത്തിൻ്റെ ഒരു വളരെ പഴയ ഒരു SNDP യോഗത്തിൻ്റെ ഹാളിൻ്റെ ചുമരിലിരിക്കുന്ന ഒരു മനോഹര ദൃശ്യം നമുക്ക് അധികം സ്ഥലത്ത് കാണാൻ സാധിച്ചെന്ന് വരില്ല. കൊടുങ്ങല്ലൂർ അതുണ്ട്. അവിടെ പണ്ഡിറ്റ് കറുപ്പനുണ്ട്, സഹോദരൻ അയ്യങ്കാളിയുടെ ചിത്രമുണ്ട്, പണ്ഡിറ്റ് കറുപ്പൻ്റെ ചിത്രമുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ മിതവാദി കൃഷ്ണൻ്റെ ബോധാനന്ദ സ്വാമികളുടെ സഹോദരൻ അയ്യപ്പൻ്റെ എല്ലാം ചിത്രങ്ങളുണ്ട്. അപ്പോൾ നാം സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒപ്പം നമ്മൾക്ക് ഊർജ്ജം നൽകിക്കൊണ്ട് ഈ ഇത്തരം മഹാന്മാരുടെ മുഖങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു ചെറിയ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഹൃദ്യമായ പല സംഭാഷണങ്ങളുണ്ടായിട്ടുള്ള ഒരു വേദിയാണ്. അവിടെ വെച്ച് ആ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ നടയോട് ചേർന്നുള്ള ആ വേദിയിൽ വെച്ച് സഹോദരൻ്റെ 100ാം വാർഷികം ആചരിക്കുന്നു എന്ന് സഹോദരനെ അടിച്ചതിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. അത് എന്തായാലും ഇവിടുത്തെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇടപെട്ട് ഇല്ലാതാക്കി തന്നിട്ടുണ്ട്. എങ്കിലും നമുക്കുറപ്പാണ് ഇപ്പോൾ അതിൽ നിൽക്കുന്നതിൽ പല ആളുകളും ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന ഗുരുവചനം അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രീനാരായണീയർ ആരാണെന്നും ശ്രീനാരായണീയരല്ലാത്തവരാരാണ് എന്നൊക്കെ ഈ സമൂഹത്തിന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഗുരു നമ്മളോടൊപ്പമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി.